ഹായ്, ഇന്ന് നമുക്ക് പെർഫ്യൂമുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിലെ മറ്റൊരു സംഭവം ഡിസ്കസ് ചെയ്യാം. 3000 വർഷത്തോളം ഈജിപ്തിലെ അധികാരം നടത്തിയിരുന്ന ഫറോവ രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജ്ഞിയായിരുന്നു ക്ലിയോപാട്ര. 18ാമത്തെ വയസ്സിലാണ് അവർ അധികാരത്തിലെത്തുന്നത്. അവർ ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയും ആകർഷണതയുമുള്ള ഒരു സ്ത്രീയായിരുന്നു. വളരെയധികം ആഡംബരപൂർണമായ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പെർഫ്യൂമിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. അവർ അന്നത്തെ കാലത്തെ ഏറ്റവും പ്രശസ്തരായ പെർഫ്യൂം നിർമ്മാതാക്കളെ കൊണ്ട് അവർക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ പെർഫ്യൂം അവർ നിർമ്മിച്ചിരുന്നു. അന്നത്തെ ജനങ്ങൾ ആരാധിച്ചിരുന്ന ഐസിസ് ദേവിയുടെ വസ്ത്രവിധാനങ്ങളോടെയായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. റോമിന്റെ ജനറൽ ആയിരുന്ന മാർക്ക് ആന്റണിയെ സന്ദർശിക്കാനുള്ള ഒരു യാത്ര വളരെ പ്രശസ്തമാണ്. ആ യാത്രയിൽ അവർ അവരുടെ കപ്പൽ മുഴുവനും സുഗന്ധം നിറച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ യാത്രാ സംഘം അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ആ സുഗന്ധത്തിന്റെ മണം അവിടെ എത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് ഭാഗം എന്തെന്ന് വെച്ചാൽ, ക്ലിയോപാട്ര ഈ യാത്രയോട് കൂടിയിട്ട് മാർക്ക് ആന്റണിയുമായി അടുക്കുകയും അവർ തമ്മിൽ വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ മാർക്ക് ആന്റണി ആദ്യം വിവാഹം ചെയ്തിരുന്ന ഒക്ടാവിയയും കുടുംബവും ഇവർക്കെതിരെ തിരിയുകയും ഇവർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. ഇത് കാരണമായിട്ട് തന്നെ ഇവർക്ക് റോം വിട്ട് ഈജിപ്തിലേക്ക് ഒളിച്ചോടേണ്ടി വന്നു. എന്നാൽ ഒക്ടാവിയൻ സംഘം ഇവരെ പിന്തുടർന്ന് ഈജിപ്തിലെത്തുകയും ഈ ഒക്ടാവിയൻ സംഘത്തിന്റെ പിടിയിൽ അകപ്പെടുന്നതിന് മുമ്പ് ക്ലിയോപാട്രയും മാർക്ക് ആന്റണിയും ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തത്.